ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്ന് നല്ല അടിപൊളി ബുള്ളിഷ് ആയിട്ടുള്ള മാർക്കറ്റായിരുന്നു. നമുക്കിന്ന് അത്യാവശ്യം കുറേ ട്രേഡുകൾ കിട്ടിയിട്ടുമുണ്ട്. ഇഷ്ടംപോലെ ഫുൾ ടാർഗറ്റ് വന്ന ട്രേഡുകളുണ്ട്. സെൻസസിലുണ്ട് ഫുൾ ടാർഗറ്റ് വന്ന 2 ട്രേഡ്, നിഫ്റ്റിയിൽ 2-3 ട്രേഡ് ഫുൾ ടാർഗറ്റാണ്. ഞാൻ എസ് എല്ലിൽ വന്ന ട്രേഡുകളുണ്ട് കേട്ടോ. എസ് എല്ലിന് കാരണങ്ങളുണ്ട്. PZ എടുക്കുമ്പോൾ എസ് എല്ലിൽ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനത്തെ ട്രേഡുകളാണ് കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എസ് എല്ലിൽ പോയത്. ഇതാണ് നമ്മൾ നിഫ്റ്റി ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസോൾട്ടേഷനായി, ഒരു ബ്രേക്ക് ഔട്ട് അന്ന് ഒരു കൺസോൾട്ടേഷൻ നിൽക്കുന്നത്. ഇനി മോളിക്ക് ലെവൽസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് പോകാനുള്ള ഒരു പരിപാടിക്കാണ് നിഫ്റ്റി നിൽക്കുന്നത്. ഞാൻ വ്യാഴാഴ്ചത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്, ഓൾറെഡി 23,807 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി 23,807 ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് ഒരു ബുള്ളിഷ് തന്നെയാണ് ഞാൻ വ്യാഴാഴ്ച കൊണ്ടായിരുന്നത്. അതേപോലെ തന്നെയാണ് സംഭവിച്ചത്. 1,900 പോയിൻ്റെ മുകളിലേക്ക് നിഫ്റ്റി മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. പിന്നെ ഒരു കൺസോൾട്ടേഷൻ, അതൊക്കെ ഉള്ളത് തന്നെയാണ്. കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് തന്നെയാണ് അടുത്ത മൂവ്മെൻറ്റ് വരുള്ളൂ. നമുക്ക് ടോട്ടലി ട്രേഡുകളുണ്ടായിരുന്ന ഇത്രയും സ്ട്രൈക്കുകളിലാണ്. ഞാനിപ്പോൾ എല്ലാം പറഞ്ഞു പോകണില്ല. നമുക്ക് പ്രോഫിറ്റ് വന്ന ഭാഗങ്ങൾ ഞാൻ പറയാം, മനസ്സിലായാൽ. എസ് എല്ലുകളുണ്ട്, SL 1-2 SL ഒക്കെ ഉണ്ട്. നമുക്ക് പ്രോഫിറ്റിൻ്റെ കാര്യം പറയാം. ആദ്യം ഉണ്ടായിരുന്നത് 24,150 സിയിലാണ്. നമ്മുടെ ലാസ്റ്റ് ട്രേഡായിരുന്നു കേട്ടോ. അത് 24,150 സി ഇത് ലാസ്റ്റ് ട്രേഡായിരുന്നു. ഇതൊരു 23 പോയിൻ്റാണ് ഇതിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുകയാണത്. ഇത് സെൻസസ് ആണ്. 79,100 സി. ഇത് 200 പോയിൻ്റ് ക്യാച്ച് ചെയ്തിട്ടുള്ള ട്രേഡാണ്. ഈ ട്രേഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മിനിമം പ്രോഫിറ്റ്, മിനിമം അല്ലെങ്കിൽ ഒരു SL എന്നുള്ള കൺസെപ്റ്റ് 10 ക്യാൻഡിൽ കിട്ടണം. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇഷ്ടം പോലെ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ടാണ് കയറി പോയിക്കണത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എക്സിറ്റ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. തിരിച്ച് കയറുന്ന സമയത്ത് ഇവിടെയാണ് തിരിച്ച് കയറുന്ന ക്യാൻഡിലുള്ളത്. ഇതാണ് നമ്മുടെ എൻട്രി ക്യാൻഡിൽ. ഇവിടെയാണ് ബൈയിങ് ക്യാൻഡിൽ. കറക്റ്റ് ലിമിറ്റ് എടുക്കാൻ പറ്റുന്ന ട്രേഡാണ്. അപ്പോൾ അങ്ങനെ വന്ന ട്രേഡാണിത്. അങ്ങനെ 200 പോയിൻ്റ് അത്യാവശ്യം. ഇത് ഒരു 40 പോയിൻ്റ് SL പിന്നെ ഫുൾ ടാർഗറ്റ് പോട്ടെ, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് എടുത്ത ട്രേഡ് തന്നെ മതി. അത് നമുക്ക് 40 പോയിൻ്റ് അവിടെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നിൽക്കണത്. അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. 200 പോയിൻ്റ് അങ്ങനെ ടാർഗറ്റ് പോയിക്കണത്. പിന്നെ ഉണ്ടായിരുന്ന 23,900 സിയിലാണ്. 23,900 4 ട്രേഡ് കിട്ടിയിട്ടുണ്ട്. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം ഞാൻ രാവിലെ തന്നെ ഒരു ലൈവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 176.55 ലൈവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ തന്നെ മാർക്കറ്റ് ഓപ്പൺ ആയത്. എന്നിട്ട് സെൽ രജിസ്ട്രേഷൻ കിട്ടി. പക്ഷേ ഹൈയിലാണ് സെൽ രജിസ്ട്രേഷൻ. അപ്പോൾ നമുക്ക് ലിമിറ്റിലേക്ക് വരണം. ലിമിറ്റിൽ 5 മിനിറ്റ് കൊണ്ട് വരണം. ഇത് 5 മിനിറ്റ് ലിമിറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എൻട്രി പഞ്ച് ചെയ്യാൻ പറ്റും. എൻട്രി പഞ്ച് ചെയ്തിട്ട് അപ്പോൾ തന്നെ അത് ഒരു പ്രോഫിറ്റ് കണ്ടു. ഈ ഒരു റെഡ് ക്യാനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ക്യാനിലായിരുന്നു. 10 പോയിൻ്റ് മുകളിലേക്ക് പോയിട്ടായിരുന്നു ഈ ക്യാനിൽ വന്നത്, ഈ റെഡ് വന്നത്. അത് കറക്റ്റ് SL സ്വൈപ്പ് ചെയ്ത ശേഷം കയറിപ്പോയി. ഈ കയറി പോകുമ്പോൾ റീ എൻട്രി ആണ്. റീ എൻട്രി എന്ന് പറഞ്ഞാൽ ഈ റെഡ് ക്യാനിൽ പിന്നെയും കിട്ടണം, ലിമിറ്റിലെടുക്കണം. മനസ്സിലായി? ഇത്രയും കാര്യങ്ങളൊക്കെ എന്നുള്ളിൽ ചെയ്ത് കൂടണം. എന്നാലാണ് നമുക്ക് പ്രോഫിറ്റിക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സ്വൈപ്പിംഗ് നടന്നാൽ വരെ നമുക്ക് SL പോവും. നമ്മൾ 10 പോയിൻ്റ് SL ഇട്ടിട്ട് ഞാൻ സ്വൈപ്പിംഗ് വന്നാൽ തന്നെ SL പോവും. ഇനിയിപ്പോൾ അവിടെ SL പോയവർക്ക് തിരിച്ച് തരുന്നത് റെഡ് ക്യാനിൽ കണ്ട് ലിമിറ്റഡ് എടുത്താലും മതി. അങ്ങനെ എടുത്തവർക്ക് 50 പോയിൻ്റാണ്. പിന്നെ അതേ സ്ട്രൈക്കിൽ തന്നെയാണ് വേറെ പ്രൈസിൽ നമുക്ക് ട്രേഡ് വന്നത്. 226.25 എക്സാക്റ്റ് തന്നെയാണ്. റെഡ് ക്യാനിൽ വന്നു, നമുക്ക് ഗ്രീൻ ക്യാനിൽ ക്ലോസ് കിട്ടി, റെഡ് ക്യാനിൽ റിജക്ഷൻ കിട്ടി, ലിമിറ്റിലും കിട്ടി. ഇനിയിപ്പോൾ ഈ ക്യാനിൽ രണ്ടാമത്തെ ഈ ക്യാനിൽ എടുത്താലും പ്രശ്നമൊന്നുമില്ല. മനസ്സിലായില്ലേ? അവിടെ നിന്ന് എടുത്തില്ല, ഇനി ഇവിടെ നിന്ന് എടുത്തതെന്ന് വെച്ചാലും പ്രശ്നമില്ല. ഇതിന് 30 പോയിൻ്റാണ് പോയിക്കുന്നത്. ലിമിറ്റഡ് എടുത്താലും പ്രശ്നമില്ല. 30 പോയിൻ്റ് പോയിട്ടുണ്ട്. ഇനി അടുത്ത വേറെ പ്രൈസ് ഇതേ സെയിം സ്ട്രൈക്കിൽ തന്നെയാണ്. 234 എൻട്രി പറഞ്ഞത്. ഇത് കറക്റ്റായിട്ട് ഗ്രീൻ ക്യാനിൽ ക്ലോസ് ചെയ്ത് റെഡ് ക്യാനിൽ കിട്ടി. ലിമിറ്റിൽ ഇവിടെയാണ് കിട്ടുന്നത്. ഈ ഒരു ക്യാൻഡലിലാണ് ലിമിറ്റ് കിട്ടുന്നത്. അതായത് 10-30 ക്യാൻഡലിൽ. അതിൽ 5 മിനിറ്റ് ക്യാൻഡലിൽ തന്നെ ലിമിറ്റിൽ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ അവിടെ എടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ ക്യാൻഡലിൽ തന്നെ ചാടിക്കറി എടുക്കാം. എങ്ങനെ എടുത്താലും പ്രശ്നമൊന്നുമില്ല. അതൊക്കെ ഡിമാൻഡ് പ്രൈസിന് നിൽക്കുന്ന സംഭവം തന്നെയാണ്. അത് 50 പോയിൻ്റ് പ്രോഫിറ്റ് തന്നെയാണ്. പിന്നെയും മുകളിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ നമുക്കുണ്ടായിരുന്ന 78,600 സിയിലാണ്. 78,600 സിയിൽ രാവിലത്തെ ഫസ്റ്റ് മിനിറ്റ് ക്യാനിലാണ് നമ്മുടെ ലെവലിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു. റെഡ് ക്യാനിൽ കിട്ടി, ലിമിറ്റിൽ കിട്ടും. മനസ്സിലായി? ഇത് കറക്റ്റായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് പറഞ്ഞാൽ ലിമിറ്റാണ്. ആ ട്രേഡ് നമ്മൾ ലിമിറ്റഡ് എടുക്കാൻ തന്നെ പറഞ്ഞത് കേട്ടോ. ലിമിറ്റഡ് എടുക്കാൻ തന്നെ പറഞ്ഞത്. അത് കറക്റ്റായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് തന്ന ട്രേഡാണ്. ഇത് മറ്റേ ഹോൾഡിങ്ങും കൂടിയുള്ള ട്രേഡാണ് കേട്ടോ. ഇത് ഈസി ആയിട്ട് വന്ന ഒരു ഫുൾ ടാർഗറ്റ് അല്ല. നന്നായിട്ട് ഹോൾഡ് ചെയ്യണം. 10 മണി വരെ ഹോൾഡ് ചെയ്താലാണ് ഈ ഫുൾ ടാർഗറ്റ് വരുള്ളൂ. അങ്ങനെയാണ് 200 പോയിട്ട് പോയിക്കണത്. നമുക്ക് പിന്നെ PZ-ഒക്കെയും SL-കളാണ്. ഇതിൽ 4 P കിട്ടി. ഈ 4 P SL-കളുണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ക്ലോസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ PZ എടുക്കുമ്പോൾ റിസ്ക് ഉണ്ട് 100% പറഞ്ഞിട്ടുണ്ട്. SL പോകുന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് P പറഞ്ഞത്. നന്നായിട്ട് പ്രോഫിറ്റ് ഉള്ളവർ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് PZ. പിന്നെ എന്തെങ്കിലും പ്രോഫിറ്റിക്ക് ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ CZ മാത്രം എടുത്താൽ മതി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. PZ ഒക്കെ റിസ്ക് എടുക്കുന്നവർ മാത്രം എടുക്കണം.
മേഖലയാണ് ഇന്നത്തെ കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ടൊക്കെ പി സി എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ അധികം ഓപ്ഷൻസ് എടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പ്രോഫിറ്റിലാണ്, പിന്നെ വേറെ ഓപ്ഷൻസ് എടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ എല്ലാ ദിവസവും ഇടുന്ന പോലത്തെ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് കിട്ടുക, എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത്, എന്താണ് അതിൻ്റെ കണ്ടീഷൻ, എങ്ങനെയാണ് ഒരു പ്രൈസ് ഞാൻ തരുമ്പോൾ അതിൻ്റെ മുകളിൽ എങ്ങനെയാണ് നിങ്ങൾ ട്രേഡ് എടുക്കേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് ഞാൻ പറയാറുണ്ട് എല്ലാ ദിവസവും. ഇത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് ഇന്നത്തെ 23,900 സിയും 23,850 പിയും. ഇത് 8:30 കൊടുത്തിട്ടുള്ള ലെവൽസാണ്. അപ്പോൾ 8:30 ഒരു ലെവൽ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ടാസ്ക്കാണ്. നമുക്കറിയാലോ 9 മാർക്കറ്റ് ഓപ്പൺ ചെയ്യും, നമ്മൾ 8:30 ലെവൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ട്രേഡ് എടുക്കുക എന്ന് പറഞ്ഞൊരു ടാസ്ക് തന്നെയാണ്. പിന്നെ നമ്മൾ തരുന്ന ലെവൽസൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ട്രേഡിംഗ് വ്യൂ ആപ്പിൽ കറക്റ്റായിട്ട് ലൈൻ വരച്ച് വയ്ക്കുക, ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് വയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് കണ്ടീഷൻ ആക്ടിവേറ്റ് ആകുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുക. അങ്ങനെ ചെയ്യേണ്ട കേട്ടോ. ഞാനിവിടെ 23,900 സി ആക്റ്റീവാന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഹൈലാന്ന് പറഞ്ഞിട്ട് വോയിസിൽ കിടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റ് ക്യാൻഡലിൽ ലിമിറ്റിൽ വന്നു കഴിഞ്ഞാൽ എടുക്കുക. ലിമിറ്റ് ഏതാണ്? 176.55 ലിമിറ്റ്. 5 മിനിറ്റിൽ 176.55 വരണം. അപ്പോൾ എടുക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ട്രേഡ് ആക്ടിവേറ്റ് ആയി നമുക്ക് 10 പോയിൻറ്റ് കിട്ടി. പിന്നെ റീ എൻട്രി 20 പോയിൻറ്റ് കിട്ടി. പിന്നെ ഫുൾ ടാർഗറ്റിലേക്ക് പോയി. അതാണ് ഈ 1:1:5 ആക്ടിവേറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ടാർഗറ്റ് ഇടാണെന്ന് ആ ട്രേഡാണ്. 8:30 കൊടുത്ത ലെവലത്തെ ആ സെയിം പ്രൈസിലാണ് ടാർഗറ്റ് വന്നത്. അപ്പോൾ എല്ലാ പ്രൈസും നമ്മളോട് കൊണ്ട് ഭയങ്കര കൺവെൻഷനുള്ള പ്രൈസുകളാണ്. നിങ്ങൾക്ക് അതിലൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റും. 9:15 സ്ക്രീൻഷോട്ട് ഇട്ടാണത്. 2 ട്രേഡിന് സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് പോയി, പിന്നെ ഒന്ന് ഫുൾ ടാർഗറ്റ് പോയി. ഇനി സ്വൈപ്പ് ചെയ്ത് പോയിട്ട് ഇപ്പോൾ SL ഇടാത്തവരുണ്ടെങ്കിൽ അവർക്ക് സീനില്ല, അതൊരു പ്രോഫിറ്റിലായിരിക്കുന്നു. SL ഇട്ട് കറക്റ്റ് 10 മിനിറ്റ് ഇട്ടവർ അല്ലെങ്കിൽ അടിയിൽ നിന്ന് ഓർഡർ പഞ്ചെടുത്തോളം. ഇപ്പോൾ അടിയിൽ നിന്നാണ് ഇപ്പോൾ ഫസ്റ്റ് ട്രേഡ് നമ്മൾ അടിയിൽ നിന്നാണ് പഞ്ചെടുത്തത്. ഈ റെഡ് ക്യാൻഡിൽ അവിടെ നിന്ന് എടുത്തവരാണെങ്കിൽ SL പോവില്ല. അത്രേ ഉള്ളൂ. ലിമിറ്റിൽ കറക്റ്റ് എടുത്തവർക്ക് മാത്രമാണ് ഈ SL പോണ പരിപാടി വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ട്രേഡ് എടുക്കാം ഈസി ആയിട്ട്. അത്രേ ഉള്ള കാര്യം. മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് എങ്ങനെയാണ് കിട്ടണത്, നമുക്ക് എങ്ങനെയാണ് ഒരു എൻട്രി പ്രൈസ് കിട്ടണത്, അതിന് ഞാൻ എന്തൊക്കെ ടെക്നിക്കാണ് യൂസ് ചെയ്യണത്, എന്ത് പ്രൈസ് ആക്ഷൻ മെത്തേഡാണ് യൂസ് ചെയ്യണത്, എന്ത് ക്യാൻഡിൽസാണ് ഞാൻ യൂസ് ചെയ്യണത്, അതൊക്കെയാണ് ഞാനിവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് പഠിക്കാം താല്പര്യമുള്ളവർക്ക്. ഇത് ബാക്കി നമ്മുടെ പേഡ് ഗ്രൂപ്പിലത്തെ ട്രേഡിൻ്റെ സംഭവങ്ങളാണ് ഇട്ടാണത്, പ്രോഫിറ്റുകളാണ്. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾ മാക്സിമം നന്നായിട്ട് ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യാൻ നോക്കുക. നന്നായിട്ട് പ്രോപ്പറായിട്ട് ലേൺ ചെയ്താലാണ് നമുക്ക് പ്രോപ്പർ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. പ്രോപ്പറായിട്ടുള്ള എൻട്രി സെറ്റപ്പാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എക്സാക്റ്റ് എൻട്രി പ്രൈസാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ എൻട്രി പ്രൈസ് നിങ്ങൾ കറക്റ്റായിട്ട് ട്രേഡ് എടുക്കുക. അത്ര നിങ്ങൾക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടി ഉള്ളൂ. 80% ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നുണ്ട്, ബാക്കി 20% ഡ്യൂട്ടി നിങ്ങൾ ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായാലും കറക്റ്റ് എക്സാക്റ്റ് എൻട്രി പ്രൈസിലാണ് നിങ്ങൾക്ക് തരുന്നത്. അല്ലാണ്ട് ഇന്ന പോയിന്റ് ടു ഇന്ന പോയിന്റ് വരെ അതിൻ്റെ ഇടയിൽ എടുത്തോ എന്നുള്ള ഡയലോഗല്ല. നമ്മൾ എക്സാക്റ്റ് എൻട്രി പ്രൈസാണ്, അതിൻ്റെ മുകളിൽ നമുക്ക് ട്രേഡ് എടുക്കാം. കുറേ പേർക്കൊക്കെ ഇത് കാണുമ്പോൾ നമുക്ക് ഇത് ഫേക്ക് ആയിട്ടൊക്കെ തോന്നും. അതായത് നമ്മൾ ഇത്രയും പ്രോഫിറ്റ് പറയണത്, ഇത്രയും ടാർഗറ്റുകൾ പറയുന്നത് ഒരു ഫേക്ക് ആയിട്ടൊക്കെ നമുക്ക് തോന്നും. അത് നിങ്ങൾ ബേസിക്കലി നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രീ ടെലിഗ്രാം ചാനലാണ്. ആ ഫ്രീ ടെലിഗ്രാം ചാനൽ നിങ്ങൾ എൻ്റർ ചെയ്യുക. എന്നിട്ട് അതിൽ വരുന്ന ട്രേഡുകളൊക്കെ നമ്മൾ നോക്കുക. നിങ്ങൾക്ക് കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ മുമ്പോട്ട് ചിന്തിച്ചാൽ മതി. മനസ്സിലായാലും നമ്മളിവിടെ ഒരു ഫേക്ക് ആയിട്ട് സംഭവം ചെയ്യണില്ല. നമ്മൾ കറക്റ്റായിട്ട് ലൈവ് മാർക്കറ്റിലാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ള പരിപാടിയല്ല. നിങ്ങൾക്ക് ഇതൊക്കെ ഫ്രണ്ട് ടെസ്റ്റ് ചെയ്യാം. ലൈവ് മാർക്കറ്റിൽ നിന്ന് ഫ്രണ്ട് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഞാനൊക്കെ പറയുന്നത് കേട്ടോ. ഒരിക്കലും ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ള പരിപാടികളല്ല ചെയ്തുകൊണ്ട് പോകുന്നത്. ലൈവിൽ മാർക്കറ്റിൽ ക്യാൻഡിൽസ് ഫോം ആകുമ്പോൾ ഒരു ക്യാൻഡിൽ ഫോം ആകുമ്പോൾ എന്തുണ്ടാവണമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ അത് മുൻകൂട്ടി പ്രൊഡിക്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്ര ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്കത് ടെലിഗ്രാം എൻ്റെ ഫ്രീ ഗ്രൂപ്പിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നാളെ ചൊവ്വാഴ്ചയാണ്. അടിപൊളി ട്രേഡുകൾ കിട്ടട്ടെ. അപ്പോൾ നമുക്ക് നാളാണ്. ഓക്കെ.